ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും നീതി ലഭിക്കാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് എങ്ങനെ സുരക്ഷ ലഭിക്കുമെന്ന് സതീശൻ ചോദിക്കുന്നു. ഒരു മന്ത്രിയുടെ ഭാര്യ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തേണ്ടി വന്നത് ഭരണകൂടത്തിന്റെ പരാജയമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ബിന്ദു മേനോന്റെ പരാതിയിൽ പോലീസ് ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്താണെന്ന് വ്യക്തമാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേവലം ഒരു കുടുംബ പ്രശ്നമായി ഇതിനെ ചുരുക്കി കാണാൻ കഴിയില്ല. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ അവകാശവാദങ്ങളെ പരിഹസിക്കാനും സതീശൻ മടിച്ചില്ല. മുഖ്യമന്ത്രി കപ്പ് പിടിച്ച PR വർക്ക് നടത്തിയില്ലേ? ആ കപ്പ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിലില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. PR വർക്കുകൾ നൽകുന്ന പ്രാധാന്യം യഥാർത്ഥ വിഷയങ്ങളിൽ സർക്കാർ നൽകുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. മന്ത്രിയുടെ വസതിയിൽ നടന്നതായി പറയപ്പെടുന്ന സംഭവങ്ങൾ അങ്ങേയറ്റം അശ്ലീലവും ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും പോലീസ് കേസെടുക്കാൻ കാണിക്കുന്ന മടി ദുരൂഹമാണ്. മന്ത്രിയുടെ സ്വാധീനത്തിന് പോലീസ് വഴങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രസ്താവനയോടെ വിഷയം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ സംഭവം നിയമസഭയിലും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ആരോപണങ്ങൾ നിഷേധിച്ച് ഗണേഷ് കുമാർ രംഗത്തെത്തിയെങ്കിലും ഭാര്യ നൽകിയ തെളിവുകൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. സ്ത്രീ സുരക്ഷ വാഗ്ദാനം ചെയ്ത സർക്കാർ സ്വന്തം മന്ത്രിസഭയിലെ അംഗത്തിനെതിരെയുള്ള പരാതിയിൽ എന്ത് നടപടി എടുക്കുമെന്നത് നിർണായകമാണ്. നീതിക്ക് വേണ്ടിയുള്ള ബിന്ദു മേനോന്റെ പോരാട്ടത്തിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് വി.ഡി. സതീശൻ ഉറപ്പു നൽകി. അന്വേഷണം അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകുന്നു. മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണം. പോലീസിന്റെ നിഷ്ക്രിയത്വം സേനയുടെ വിശ്വസ്തതയെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് സർക്കാർ തെളിയിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. മന്ത്രിയുടെ മറുപടി കേവലം ന്യായീകരണങ്ങൾ മാത്രമാണെന്നും തെളിവുകൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം തയ്യാറാകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. സത്യം പുറത്തുവരും വരെ സമരം തുടരുമെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിലെ സ്ത്രീ സമൂഹം സർക്കാരിന്റെ നടപടികൾ ഉറ്റുനോക്കുകയാണ്. നീതി ഉറപ്പാക്കാൻ സർക്കാർ പരാജയപ്പെട്ടാൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് അത് കാരണമാകും. PR വർക്കുകൾ കൊണ്ട് സത്യത്തെ മറച്ചുപിടിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചു. വിഷയത്തിൽ BJPയും കോൺഗ്രസും ഒരേ സ്വരത്തിലാണ് ഗണേഷ് കുമാറിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ബിന്ദു മേനോന് പിന്തുണയുമായി കൂടുതൽ ആളുകൾ രംഗത്തെത്തുന്നത് സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. പോലീസിന്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. കേസ് അന്വേഷണത്തിൽ വ്യക്തത വരുന്നതുവരെ പ്രതിപക്ഷം വിട്ടുനിൽക്കില്ല. രാഷ്ട്രീയ പകപോക്കലല്ല, നീതി നടപ്പിലാക്കുകയാണ് വേണ്ടതെന്ന് സതീശൻ പറഞ്ഞു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിവുണ്ട്. സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരം പിടിച്ചവർ ഇന്ന് പ്രതിരോധത്തിലാണ്. പ്രതിപക്ഷ നേതാവിന്റെ ശക്തമായ ഇടപെടൽ ഗണേഷ് കുമാറിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ബിന്ദു മേനോന്റെ ആരോപണങ്ങളിൽ സത്യമുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് ധാർമ്മിക അവകാശമില്ല. തുടർച്ചയായ വിവാദങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സുതാര്യമായ ഭരണമാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അത് എത്ര ഉന്നതനായാലും.